രണ്ടാം തിങ്കളാഴ്ച കളക്ഷനിൽ 54.54% ഇടിവാണ് എമ്പുരാന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിലൊരുങ്ങിയ എമ്പുരാൻ 12 ദിവസം കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ 100 കോടി നേടി എന്നാണ് അവകാശവാദവുമായി എത്തുന്നത്. ചിത്രം കേരളത്തിൽ നിന്ന് 80 കോടി കളക്ഷൻ സ്വന്തമാക്കി എന്നൊക്കെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മോഹൻലാൽ നായകരായി പൃഥ്വിരാജ് കുമാരൻ സംവിധാനം ചെയ്ത എമ്പുരാൻ 12ാം ദിവസവും ഇന്ത്യൻ ആഭ്യന്തര ബോക്സ് ഓഫീസിൽ നേട്ടത്തിൽ എത്തി എന്നാണ് അവരുടെ വാദം. രണ്ടാമത്തെ തിങ്കളാഴ്ച ചിത്രത്തിന്റെ കളക്ഷൻ ആദ്യമായി 1 കോടിയിലേക്ക് താഴ്ന്നെങ്കിലും ചില നേട്ടങ്ങൾ കൈവശപ്പെടുത്തി എന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും പറയുന്നുണ്ട്. ചിത്രം 12 ദിനങ്ങൾ തിയേറ്ററിൽ പിന്നിട്ടപ്പോൾ രണ്ടാം തിങ്കളാഴ്ച 1.75 കോടിയാണ് നേടിയത്. ആദ്യമായാണ് ചിത്രത്തിന്റെ കളക്ഷൻ 1 കോടിയിലേക്ക് താഴ്ന്നത്. ഇത് ആദ്യ കണക്കാണെങ്കിലും രണ്ടാം ഞായറാഴ്ച ചിത്രം എല്ലാ ഭാഷകളിലും കൂടി ഇന്ത്യയിൽ നിന്ന് നേടിയ 3.85 കോടിയായി. അതിനാൽ തന്നെ കളക്ഷൻ 54.54% ഇടിവാണ് ആഭ്യന്തര കളക്ഷനിൽ ഉണ്ടായത്. എങ്കിലും മൊത്തം ചിത്രത്തിന്റെ ആഭ്യന്തര ബോക്സ് ഓഫീസിലെ കളക്ഷൻ 100.10 കോടി ആയിരിക്കുകയാണ് എന്നാണ് ഇവർ പറയുന്നത്. ഇന്ത്യയിലെ മാത്രം കളക്ഷൻ അപൂർവമായാണ് മലയാള ചലച്ചിത്രം 100 കോടി ക്ലബിലെത്താറുള്ളത്. അതിനാൽ തന്നെ വൻ നേട്ടമാണ് എന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പറയുന്നു. ഏറ്റവും വലിയ ഓപ്പണിംഗിൽ നിന്ന് തുടങ്ങി ഏറ്റവും വേഗത്തിൽ 100-200 കോടി ക്ലബ്ബുകൾ ഇടം പിടിച്ച മലയാള ചിത്രമായി എമ്പുരാൻ മാറി എന്നാണ് ഇവരുടെ അവകാശവാദം. പല വിദേശ മാർക്കറ്റുകളിലും റെക്കോർഡ് കളക്ഷനും നേടിക്കഴിഞ്ഞു എന്നും പറയുന്നു. നേരത്തെ ചിത്രം ആഗോളതലത്തിൽ 250 കോടി നേടിയെന്ന് നിർമ്മാതാക്കളായ ആശീർവാദ് സിനിമാസ് പ്രഖ്യാപിച്ചിരുന്നു. നേരത്തെ 100 കോടി ഷെയർ ലഭിച്ച ആദ്യ മലയാള ചിത്രം എന്ന റെക്കോർഡും എമ്പുരാൻ നേടിയിട്ടുണ്ട് എന്നാണ് ഇവരുടെ അവകാശവാദം. ഏതായാലും ഈ പറയുന്നതൊക്കെ എങ്ങനെയാണ് എന്ന് നമുക്ക് അറിയാം. കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ചിത്രത്തിന്റെ വരുമാനം കൂട്ടി പറഞ്ഞുകൊണ്ട് ചില ശ്രമങ്ങൾ ചിലപ്പോൾ നിർമ്മാതാക്കൾ നടത്താറുണ്ട്. അത്തരം ചില ശ്രമങ്ങളാണ് പലപ്പോഴും നിർമ്മാതാക്കൾക്കും വിനയായി മാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് പൃഥ്വിരാജ് സുകുമാരനെയും അതുപോലെ തന്നെ ആന്റണി പെരുമ്പാവൂരിനെയും ഗോകുലം ഗോപാലിനെയും ഒക്കെ ഇപ്പോൾ ചോദ്യം ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടല്ല ഇപ്പോഴത്തെ റെയ്ഡുകളെന്ന് വ്യക്തമാവുന്നുണ്ട്. നേരത്തെ ചില സിനിമകളുമായി ബന്ധപ്പെട്ടും കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടും വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചതുമായി ബന്ധപ്പെട്ടുമൊക്കെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഇവർക്കെല്ലാം എതിരെ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ചില റെയ്ഡുകളും ഇവരുടെയൊക്കെ വീടുകളിലും മറ്റും നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളാണെങ്കിലും എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെന്ന് വരുത്തി തീർക്കാനാണ് അണിയറ പ്രവർത്തകരും ജനങ്ങളും എല്ലാവരും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും വ്യക്തമാവുന്നുണ്ട്.